ക്രൂശ് ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തെ കാണിക്കുന്നു. യേശുവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള നാളുകളിൽ തന്റെ പ്രവൃത്തിയിലൂടെയും തന്റെ വാക്കുകളിലൂടെയും ദൈവസ്നേഹം എന്തുവാണെന്ന് യേശു വ്യക്തമായി കാണിച്ചു. എന്നാൽ ആ സ്നേഹത്തിന്റെ ക്ലൈമാക്സ്, പരമകാഷ്ഠ നമുക്ക് ക്രൂശിൽ കാണുവാനായിട്ട് കഴിയും. യേശു വേദന കൊണ്ട് പൊളഞ്ഞ് ക്രൂശിൽ കിടക്കുമ്പോഴും താൻ പറഞ്ഞ വാക്കുകൾ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ഒരു മനുഷ്യൻ തന്റെ മരണവേളയിൽ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. യേശു ക്രൂശിൽ കിടന്നപ്പോൾ ആദ്യമായി ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തന്നെ വേദനിപ്പിച്ചവരോട്, തന്നെ അടിച്ചവരോട്, തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരോട്, തന്റെ മുഖത്തെ രോമകൂപങ്ങളൊക്കെയും പറിച്ചു മാറ്റിയവരോട് യേശു ക്ഷമിച്ചുകൊണ്ട് പറയുന്നു, പിതാവേ, ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്നു. ഈ വാക്കുകൾ ദൈവസ്നേഹത്തിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. രണ്ടാമതായിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. തൻ്റെ കൂടെ 2 ദുഷ്പ്രവൃത്തിക്കാരെയും ക്രൂശിച്ചു. അതിലൊരാൾ യേശുവിനെ നിന്ദിച്ചു പറഞ്ഞു. എന്നാൽ മറ്റേയാള് യേശു ന്യായമായിട്ട് അല്ല ഈ കുറ്റമേറ്റിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ യേശു ആ കള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് നിനക്കും സ്ഥാനമുണ്ട്. ക്രൂശിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനായിട്ടും ദൈവത്തിന്റെ അടുക്കൽ ആ വ്യക്തി എത്തിക്കുവാനായിട്ടും യത്നിക്കുന്ന, ശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് ക്രൂശിൽ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും യേശു നോക്കിയപ്പോൾ തൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു. ഇനി അമ്മയ്ക്ക് വേറെ ആരുമില്ല, താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ മറ്റൊരു ശിഷ്യനും ഈ അമ്മയുടെ അരികിൽ നിൽക്കുന്നു. അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ മകന് ഒരമ്മയെ ലഭിക്കുന്നു, ഈ അമ്മയ്ക്ക് ഒരു മകനെ ലഭിക്കുന്നു. ഈ അമ്മയെ കരുതുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ കുറിച്ച് ചിന്തയുള്ള ഒരു യേശു. ആ ഉത്തരവാദിത്വവും ക്രൂശിൽ കിടക്കുമ്പോഴത്തേക്ക് ഓർക്കുന്ന യേശുവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും യേശു നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഏലി ഏലി ലമ്മ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? താൻ പിതാവിനാൽ പരിത്യജിക്കപ്പെട്ടു എന്ന് ഓർത്തപ്പോഴത്തേക്ക്, താൻ എല്ലാവരാലും കൈവിടപ്പെട്ടു, തന്നെ സ്നേഹിച്ച പിതാവും തന്നിൽ നിന്ന് അകന്നുപോയെന്ന് ഓർത്തപ്പോൾ, മാനവജാതിയുടെ പാപം മുഴുവനും യേശുവിന്റെ മേൽ വന്നപ്പോഴത്തേക്ക് യേശു നിലവിളിച്ച് പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന്റെ സ്നേഹം കൃത്യമായിട്ട് ആ വേദന നിറഞ്ഞ വാക്കുകളിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും മനുഷ്യനായ യേശു, ദൈവപുത്രൻ മനുഷ്യനായി വന്നവൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഒരു വെള്ളത്തിനായിട്ടുള്ള ദാഹം. താൻ ക്രൂശിൽ കിടക്കുമ്പോഴത്തേക്ക് ദാഹം കൊണ്ട് പൊളയുമ്പോഴത്തേക്ക് ഒരിറ്റു വെള്ളത്തിനായിട്ട് ദാഹിക്കുന്നു. മാത്രമല്ല, ആ ദാഹം കാണിക്കുന്നത് അനേക തകർക്കപ്പെട്ടവരെയും അനേക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെയും രക്ഷിക്കുവാനുള്ള ക്രിസ്തുവിന്റെ ദാഹത്തെയും ആ വാക്കുകളിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്, ടെറ്റലസ്റ്റായി. താൻ ആരംഭിച്ച പ്രവൃത്തി അവസാനിക്കുന്നു. താൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം പൂർത്തീകരിച്ചു എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ സകല മാനവജാതി രക്ഷിക്കുവാനുള്ള എല്ലാ പ്രവൃത്തികളും താൻ നിവർത്തിച്ചു, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരിവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്രാണനെ യേശു വിടുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടയാളി ഇങ്ങനെ പറഞ്ഞു, സാക്ഷാൽ ഇവൻ നീതിമാനായ വ്യക്തിയായിരുന്നു. മാത്രമല്ല, യേശു മരിച്ചു എന്ന് നോക്കുവാനായിട്ട് പടയാളികളിൽ ഒരാള് തന്റെ വിലാപ്പുറത്ത് കുത്തി നോക്കിയപ്പോഴത്തേക്ക് രക്തം വരുന്നു, അതിനുശേഷം വെള്ളം വരുന്നു. എന്ന് പറഞ്ഞാൽ രക്തം മുഴുവനും തീർന്നു, ഇനി ബാക്കി വെള്ളം മാത്രമേ ഉള്ളൂ. തന്റെ അവസാനത്തെ തുള്ളി രക്തവും യേശു ഒഴുക്കി കളയുന്നു. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. താനെല്ലാം നിവർത്തിച്ച്, മനുഷ്യർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും നിവർത്തിച്ച്,
താൻ തൻ്റെ അവസാനത്തെ തുള്ളി രക്തവും താൻ കൊടുക്കുന്നു. ഒരു ഭക്തൻ ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ എഴുതി: ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്കും ഈ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. താങ്ക് യു.